ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്ക് പിന്നാലെ എഎപി സ്ഥാപകൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇഡിയുടെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതും അഴിമതി കേസിൽ. മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനെതിരെ 9 തവണ ഇഡി സമൻസ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കേജ്രിവാൾ ഹാജരായിരുന്നില്ല. അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. നവംബറിൽ ഡൽഹി സർക്കാർ മദ്യനയം അവതരിപ്പിച്ചു. ചില്ലറ മദ്യവിൽപ്പന രംഗത്ത് നിന്ന് സർക്കാർ പിന്മാറി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി. ചില്ലറ വിൽപ്പന ലൈസൻസ് വിതരണത്തിൽ അഴിമതിയെന്ന ആരോപണമുയർന്നു. മൊത്ത കച്ചവടക്കാർക്ക് അസാധാരണമാം വിധം ഉയർന്ന 12% ലാഭവും ചില്ലറ വ്യാപാരികൾക്ക് ഏകദേശം 185% ലാഭവും നൽകിയാണ് പോളിസി പുറത്തിറക്കിയത്. ഗൂഢാലോചന പ്രകാരം 12% മാർജിനിൽ 6% മൊത്ത കച്ചവടക്കാരിൽ നിന്ന് ആം ആദ്മി നേതാക്കൾക്കുള്ള വിഹിതമായി തിരിച്ചു കിട്ടുന്ന വിധത്തിലാണ് പോളിസി സംവിധാനം ചെയ്തത്. വിവാദം കനക്കുകയും CBI അന്വേഷണം തുടങ്ങുകയും ചെയ്തതിന് പിന്നാലെ 2022 ജൂലൈ 28 മദ്യനയം പിൻവലിച്ച് പഴയതുപോലെ വിൽപ്പന സർക്കാർ ഏറ്റെടുത്തു. മദ്യനയ അഴിമതിയിൽ CBIയും കള്ളപ്പണ ഇടപാടിൽ ഇഡിയുമാണ് അന്വേഷിക്കുന്നത്. 2022 ജൂലൈ 20 ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ ശുപാർശ പ്രകാരമാണ് CBI കേസെടുത്തത്. 2023 ഏപ്രിലിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI 9 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇഷ്ടക്കാർക്ക് മദ്യ ലൈസൻസ് വിതരണം ചെയ്തതിന് കോഴ വാങ്ങിയെന്നും അത് ഗോവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചെന്നുമാണ് ആരോപണമുയർന്നത്. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരനും മലയാളിയുമായ വിജയ് നായരുമായി കേജ്രിവാളിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് CBI ആരോപിച്ചു. കഴിഞ്ഞ 11-ന് BRS നേതാവ് കെ കവിത അറസ്റ്റിലായ ശേഷമാണ് കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്ന് ഇഡി ആരോപിച്ചത്. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ആം ആദ്മി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയെയാണ് ഒന്നാം പ്രതി. മുംബൈ വ്യവസായി വിജയ് നായർ, തെലങ്കാനയിൽ സ്ഥിരതാമസമാക്കിയ അരുൺ രാമചന്ദ്ര പിള്ള എന്നീ മലയാളികളും പ്രതികളാണ്. ഡൽഹി ജലബോർഡിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കേസിലും ഇഡി അന്വേഷണം നേരിടുന്നുണ്ട് കേജ്രിവാൾ. അറസ്റ്റിലായതോടെ ഇത് BJPയുടെ ഓപ്പറേഷൻ താമരയുടെ ഒടുവിലത്തെ അധ്യായമാണെന്ന ആരോപണമാണ് പാർട്ടി നേതൃത്വവും അരവിന്ദ് കെജ്രിവാളും ആരോപിക്കുന്നത്. ജയിലിലായ സിസോദിയയ്ക്ക് സുപ്രീം കോടതി അടക്കം ജാമ്യം നിഷേധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായ BRS നേതാവ് കെ കവിത അടക്കം അറസ്റ്റിലായതോടെ അരവിന്ദ് കെജ്രിവാളിന്റെ നാളുകൾ ഏതാണ്ട് എണ്ണപ്പെട്ടിരുന്നു എന്ന് ഉറപ്പായിരുന്നു. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേജ്രിവാൾ നൽകിയ ഹർജി കൂടി തള്ളിയതോടെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് ഇഡി കടന്നത്.